അമ്മ ഇന്ന് ഷൂട്ടിന് പോകുന്നുണ്ട്, ഞാൻ പട്ടിണിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തത്. എനിക്ക് പൊതിച്ചോറ് വേണമെന്ന് കൊതിയുള്ളത് കൊണ്ട് പൊതിച്ചോറാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലോകത്ത് എവിടെയാണെങ്കിലും എനിക്ക് ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും ചോറ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ് കേട്ടോ. ഞാൻ മരിക്കുമെന്നൊരു അവസ്ഥയിൽ വരെ എത്തും. ഞാൻ ഈ ട്രാവൽ, അതായത് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോയപ്പോഴാണ് അതിന്റെ ഒരു വില ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. ഇനി ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം. രാത്രി 10:30 എനിക്കൊരു ഷൂട്ട് ഉണ്ട്. എന്റെ ക്യാമറമാന് വേറെ ഷൂട്ട് ഉള്ളത് കൊണ്ട് അവൻ അത് കഴിഞ്ഞിട്ട് രാത്രി 10:30 ആകുമ്പോഴേ വരത്തുള്ളൂ. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഇന്ന് രാത്രി ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എത്ര പേര് വുമന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്? ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നത് പോലൊരു സ്വാതന്ത്ര്യം നമുക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ആഹാരങ്ങൾ വാങ്ങിക്കാം, തുണി വാങ്ങിക്കാം, മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം, ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് ഭയങ്കര വേസ്റ്റ് അവസ്ഥയാണ്. കാരണം ഇതൊക്കെ ഞാൻ ഒരു സമയത്ത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകം കൈയടക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യം അത് വലിയൊരു കരുത്ത് തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക്. എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല വഴികളുണ്ട്. ചെറിയൊരു സാരി ബിസിനസ് തുടങ്ങിയാൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നൽകും. അയ്യോ, പറയാൻ മറന്നുപോയി, ഞാൻ ഇട്ടേക്ക് നല്ലൊരു കോട്ടന്റെ സൽവാറാണ് കേട്ടോ. ടാഗ് ചെയ്തേക്കാം. ടാറ്റാ ബൈ.